കഴിഞ്ഞാൽ അവരുടെ മക്കൾ സ്വന്തമായി രക്ഷപ്പെടാറില്ല. നമ്മൾ ഈ കർഷകരൊക്കെ ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. ഈ വാഴക്കുഞ്ഞൊക്കെ നടുന്നതിന് മുമ്പ് കുറച്ച് ദിവസം വെയിലത്ത് വയ്ക്കും, വാട്ടും. ഈ വാട്ടിയിട്ട് നട്ട് കഴിഞ്ഞാൽ ഈ സാധനം പെട്ടെന്ന് വളരുമെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ കരുത്തുണ്ടാകണമെങ്കിൽ നമ്മൾ കഷ്ടപ്പാട് അനുഭവിക്കണം. ഇപ്പം നിങ്ങളെ പിടിച്ചൊരു കിണറ്റി കൊണ്ടിടുവാന്ന് വിചാരിക്കും. കിണറ്റി കൊണ്ടിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിഞ്ഞു കയറാൻ പറ്റുമെങ്കിൽ അതിനകത്ത് വലിഞ്ഞു കയറും നിങ്ങൾ. കാരണം നിങ്ങളെല്ലാ ശ്രമങ്ങളും നടത്തും. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ കഷ്ടപ്പാട് അനുഭവിച്ചാൽ മാത്രമേ നമ്മൾ ജീവിതത്തിൽ രക്ഷപ്പെടത്തുള്ളൂ. അപ്പോൾ പണ്ട് ഞാൻ താമസിച്ച വീടൊക്കെ ഇടിഞ്ഞ് അടുപ്പി, എന്നാലും തറ കാണിക്കാം. മക്കളൊക്കെ കൂതറുകളായിരിക്കും, അവരൊന്നും രക്ഷപ്പെടത്തില്ല. രക്ഷപ്പെട്ടാൽ ഒരു പെണ്ണുമ്പിള്ളയുടെ സഹായത്തിൽ രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സഹായത്തിൽ പോയതായിരിക്കും. അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഞ്ഞം കിടക്കുമ്പോഴേ ഈ പഞ്ഞം കിടക്കുന്നതിൻ്റെ ഒരു യഥാർത്ഥ വേദന നമുക്ക് തിരിച്ചറിയത്തുള്ളൂ. ആ പഞ്ഞം കിടക്കാത്ത ഒരാളും ഈ വേദന തിരിച്ചറിയത്തില്ല. അതുമല്ല, ഇപ്പം എന്നെപ്പോലെ ഇതൊക്കെ കാണിക്കാനുള്ളൊരു മനസ്സോ അല്ലെങ്കിൽ ഇത് കാണിക്കാനുള്ളൊരു ധൈര്യമോ ഈ ബ്ലോഗേഴ്സിനൊന്നും ഇല്ലെന്ന്. കാരണം ഞങ്ങൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയത് ഞങ്ങളുടെ വീടും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ ഉണ്ടാക്കാൻ നേരത്ത് ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഇവിടെയാണ്. പാട് അറിയിച്ച് വളർത്തുക. അത് വിദേശ രാജ്യത്തായാലും ഇവിടെ ആയാലും പലപ്പോഴും പല കാരണന്മാരും ചെയ്യുന്ന കുറേ മണ്ടത്തരങ്ങളെക്കുറിച്ച് പറയട്ടെ. ഒരിക്കലും ഒരു ചേച്ചി എന്നോട് പറയൂ, ധനത്തിൻ്റെ വിലയും കഷ്ടപ്പാടിൻ്റെ വിലയും പൈസയുടെ വിലയൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിക്കുക. പഠിപ്പിച്ചാലേ നമ്മുടെ കുഞ്ഞുങ്ങൾ രക്ഷപ്പെടുത്തുള്ളൂ. ഞാനിത് പറയാം, ഞാൻ ഉപദേശിക്കുമല്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. പക്ഷേ കഷ്ടപ്പാട് അറിഞ്ഞ് ജീവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് രക്ഷയുള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പം നമ്മളെപ്പോഴും നമ്മൾ കഷ്ടപ്പാടുകൾ അറിഞ്ഞും ദുരിതങ്ങൾ അറിഞ്ഞും നമ്മൾ ജീവിക്കുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഞാൻ രാവിലെ ഈ ഫാമിൽ